ഈ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമുക്കിന്നൊരു അടിപൊളി ഐറ്റം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും സൈഡ് വശവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ട്രാൻസ്പെറൻറ്റ് കവറുകളാണ്. നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗം പിടിച്ച് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വലിയൊരു ഫ്ലവറാണ് ഇത് വെച്ച് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്കിനി ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നീട് നമ്മളിവിടെ ഈർക്കിളി എടുത്തിട്ടുണ്ട്. കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഈർക്കിളി ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമുക്ക് നൂല് വെച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കണം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പെയിന്റും പിങ്ക് കളർ പെയിന്റും ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് പെയിന്റ് അതിലേക്ക് കൊടുത്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായി ട്രാൻസ്പെറൻറ്റ് കവറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് നമ്മളതിൽ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് വീണ്ടും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ ഇതിനുള്ളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് വലിയൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ചെറിയ ഫ്ലവറുകളും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നൂലൊക്കെ വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം കുറച്ച് നമ്മൾ മുകളിലേക്ക് ഒന്ന് പൊക്കി കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഭാഗം വിടർത്തി കൊടുക്കണം. വീണ്ടും നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായും ഈ ഒരു ഭാഗം വിടർത്തിയെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവറായി കിട്ടും. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ പെയിന്റ് ഒന്നും കൊടുത്തെടുക്കേണ്ട. ഇതുപോലെ വലിയൊരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവറിന്റെ അരികുവശം വിരൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം. പ്ലാസ്റ്റിക് കവർ കീറിപ്പോവാതെ പതുക്കെ വേണം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാൻ. ഫ്ലവറിന്റെ ചുറ്റും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്ലവർ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു ന്യൂസ് പേപ്പറിന്റെ പീസ് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലവറിന്റെ തണ്ടിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവർ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൽ നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ന്യൂസ് പേപ്പറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം. നൂല് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ഭാഗത്ത് ന്യൂസ് പേപ്പറിന്റെ പീസ് ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്ലവറിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റൊക്കെ കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലവറിന്റെ തണ്ടിൽ ഇതുപോലെ നമ്മൾ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ രണ്ട് കളറും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലവറിന്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിന്റെ നടുക്കായിട്ട് നമ്മൾ നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കളർ വൂളൻ ത്രെഡാണ് ഫ്ലവറിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ യെല്ലോ കളർ വൂളൻ ത്രെഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ യെല്ലോ കളർ വൂളൻ ത്രെഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യെല്ലോ കളർ വൂളൻ ത്രെഡും കൂടെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഫ്ലവറിന്റെ നടുക്ക് വൂളൻ ത്രെഡൊക്കെ ഒട്ടിച്ചു കൊടുത്തു. വേറെ രണ്ട് ഫ്ലവറും കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്.
പൂക്കളുടെ തണ്ടുകൾ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വെച്ചിട്ടുള്ള ഈർക്കളി പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം വളച്ചു കൊടുക്കാനായിട്ട്. 3 പൂക്കളുടെ തണ്ടുകളും ചേർത്ത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിന്റെ പീസ് ഒന്നും കൂടെ ചുറ്റിക്കൊടുത്ത് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതിൽ ന്യൂസ് പേപ്പറിന്റെ പീസൊക്കെ ചുറ്റിക്കൊടുത്തു. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുത്ത് ഇല കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇല കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇലയുടെ അരികു വശം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇലയുടെ അരികു വശം മുഴുവനായും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലയുടെ വെയിൻസിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ വേറെ 3 ഇലകൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകൾക്ക് നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇലകളുടെ 2 സൈഡിലും നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ള ഇലകൾ നമുക്ക് പൂക്കളിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ ഓരോ ഇലകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇപ്പോൾ നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ പൂക്കളായതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയ പോട്ടിലേക്കാണ് അത് വെച്ചു കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.